ഹലോ, വെൽക്കം ടു ഫുഡ് ഇനിഷി. നമുക്കൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി എടുത്താലോ? ബ്രെഡ് ഞാനൊരു ഫുൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ട്, ഇതുപോലത്തെ ഒരു കത്തി ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പൊടിയാണ്ട് കിട്ടും. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര. ഈ പഞ്ചസാര കുറച്ച് മധുരം കുറവേക്കാരും, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു പഞ്ചസാര ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഞാൻ പിന്നെ അത് ഇടുന്നുണ്ട് മാത്രം. അപ്പോൾ ഈ 3 കോഴിമുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. 3 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മധുരം ഇട്ട് കൊടുക്കാം. ഇത് മധുരം കുറച്ച് കുറവായിരിക്കും, എന്നാലും പിന്നെ പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഏലക്കായ കുറച്ച് കൊടുക്കാം. ഏലക്ക. അപ്പോൾ തന്നെ ഒരു നുള്ള് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു നുള്ളി പട്ടൻ്റെ പൊടി. ഇനി നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം. അതിൽ മുന്നേ ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. നന്നായി അടിച്ചെടുക്കാം. ടീസ്പൂൺ വെച്ച് അടിച്ചെടുക്കാം. നന്നായി പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായിക്കോട്ടെ. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡ് ഇതുപോലെ ഇതിൽ മുക്കുക. കടായിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. നമ്മളിത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 3-4 പീസ് ബ്രെഡ് ഉണ്ട്, അതിലുണ്ടാക്കിയെടുക്കാം. അത് ഭാഗം മൊരിഞ്ഞ് വരട്ടെ. അത് നമുക്ക് എടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്തതും കൂടെ നമുക്കൊന്നുകൂടെ ഉണ്ടാക്കാം. ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പം ബ്രെഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അത് മരിയട്ടെ. അത് നമുക്ക് എടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇനി അടുത്തതും കൂടെ നമുക്കൊന്നുകൂടെ ഉണ്ടാക്കാം. ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റൊക്കെ വന്നാൽ എളുപ്പം ബ്രെഡ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ടോസ്റ്റ് ചെയ്യാനാണ് നോക്കുക. അത് മരിയട്ടെ. അത് നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. 4 പീസ് ഉണ്ട്. ബ്രെഡ് ടോസ്റ്റ് ആക്കിയത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും പിന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റും, രാവിലെയൊക്കെ. അത്രയും കോഴിമുട്ട ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ 5 പീസ് ഇട്ടിട്ടുണ്ട്. ഗസ്റ്റ് വരുമ്പോൾ മാത്രമല്ല, നമ്മൾ രാവിലെയൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ്. തനിച്ചൊക്കെ ആകുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചട്ടെ. ഇത് ഞാനൊരു പഴം ഒന്ന് വാട്ടിയെടുത്താം. അല്ലെങ്കിൽ ഇതും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അത്രയും കോഴിമുട്ടയ്ക്ക് ഇത്രയും പീസ് കിട്ടി. ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ടാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും.